2-3 സാധനന്മാരെ കേട്ടിട്ടുണ്ട്. മറ്റേ ആൾക്കാരും കേട്ടിട്ടില്ലേ? അപ്പോളജി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോളജി. വാട്ട് ഈസ് അപ്പോളജി? നിങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നില്ല. ക്ഷമ ചോദിക്കുക, അതാണ് അപ്പോളജി. അത് ഇംഗ്ലീഷിൽ വരുന്നത് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനും അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോളജറ്റിക്സിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പല വാക്കുകൾക്കും ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അങ്ങനെ അപ്പോളജി അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വക്കീലാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വക്കീലാകുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച ഒരു കേസ് നിങ്ങൾ ജഡ്ജിക്ക് മുൻപാകെ വാദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ക്ലയന്റിന് വേണ്ടി നിങ്ങളൊരു അപ്പോളജി നടത്തുകയാണ്. നിങ്ങളുടെ ക്ലയന്റിന് വേണ്ടി നിങ്ങൾ ക്ഷമ ചോദിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ക്ലയന്റിന് വേണ്ടി നിങ്ങൾ വാദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നടത്തുന്ന വാദത്തിനും അപ്പോളജറ്റിക്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അപ്പോളജി, ആ ഡിഫെൻസ്. അപ്പോളജറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് വിശ്വാസ പ്രതിരോധ ശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് എ സയൻസ്. അതൊരു ശാസ്ത്രമല്ല, അതൊരു കലയാണ്. ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഡിഫെൻഡിങ് ദ ഗോസ്പൽ. നിങ്ങൾ വിചാരിക്കും, വിശ്വാസികളായ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രതിരോധിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? നമ്മളോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പോയി സുവിശേഷം പറയുക. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ, അവരെപ്പോഴും അവര് വിശ്വസിച്ചതിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അവരെന്താ വിശ്വസിച്ചത്, ആ വിശ്വാസത്തെ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്. ഉദാഹരണത്തിന് സ്തെഫാനോസ് ആയാലും മറ്റ് പത്രോസ്, ഇവരൊക്കെ പലപ്പോഴും യഹൂദന്മാരുമായിട്ട് അവരുടെ സിനഗോഗിൽ വെച്ച് വാദങ്ങൾ നടത്താറുണ്ട്, അല്ലെ? പൗലോസ് അത് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പൗലോസിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോവുക, അവിടെ സിനഗോഗ്, യഹൂദന്മാരെ കൂടി വരുന്ന സ്ഥലം കൊണ്ടുവന്ന് നോക്കുക, എന്നിട്ട് അവിടെ കയറി ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, ചായ കുടിച്ചോ, നാട്ടിലെവിടെയാണോ, അതൊന്നുമല്ല സംസാരിക്കുന്നത്. പിന്നെന്താ സംസാരിക്കുന്നത്? പഴയ നിയമങ്ങളിൽ നിന്ന് യേശു, ബെത്ലഹേമിൽ ജനിച്ച യേശു കർത്താവാണ്, അതായത് മിശിഹായാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപിക്കുമ്പോൾ അവർ പല വാദങ്ങളും മുന്നോട്ട് നിർത്താറുണ്ട്. പലപ്പോഴും പല ആൾക്കാരും ഞങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാദങ്ങളൊക്കെ നടത്തുന്നത്? ആ വാദങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. ഈ മറുപടികൾ കൊടുക്കേണ്ടത് ബൈബിളിൽ എഴുതിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്യത്തിലേക്ക് ഞാൻ ഒന്ന് ശ്രദ്ധ തിരിക്കാം. 1 പത്രോസ് 3:15. അത് മലയാളത്തിലൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. But in your heart set apart Christ as Lord. Always be prepared to give an answer to everyone who asks you to give the reason for hope that you have. But do this with gentleness and respect. മലയാളത്തിലൊന്ന് വായിക്കുമോ? പ്രതിവാദം പറയാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? പ്രതിവാദം പറയാൻ നിന്നോട് ദൈവം ചോദിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ മുങ്ങിക്കളയുക, അല്ലേ? ഉത്തരം മുട്ടുമ്പോൾ നമ്മുടെ നിരീക്ഷണവാദികളുടെ ഒരു പരിപാടിയുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ കൊല്ലണം കുത്തും. ഓക്കെ, ഈ പണ്ട് ഏതോ ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു ചില പുസ്തകത്തിലുള്ള ഒരു പയ്യൻ ചെന്ന് ചോദിച്ച്, അച്ഛാ, ദൈവമല്ലേ എല്ലാത്തിനും സൃഷ്ടിച്ചേ? പറഞ്ഞാൽ അതെ, ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചേ. അപ്പൊ ദൈവം എല്ലാത്തിനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ടല്ലോ? ആ ദൈവമുണ്ട്. ദൈവം എന്നേക്കുമായിട്ടുണ്ടല്ലോ? ആ ദൈവം എന്നേക്കുമായിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം തന്നെ ഇരുന്ന് എന്തു ചെയ്യുന്നത്? അപ്പൊ അച്ഛനത്തിന് അറിയത്തില്ല. അച്ഛൻ കുറച്ച് ആലോചിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടി നരകം ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഉത്തരങ്ങൾ പറഞ്ഞു വിടാനായിട്ടല്ല നാം തയ്യാറായിരിക്കേണ്ടത്. ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് നാമും നമ്മളെ തന്നെ ഒരുക്കണം. മാത്രമല്ല നമ്മുടെ വരും തലമുറയിൽ നമ്മൾ തന്നെ ഒരുക്കണം. ഒരുക്കിയില്ലെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
നിങ്ങൾ വിശ്വാസികളായിരിക്കാം, നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം കൊണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ വരും തലമുറ ആ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ കുറച്ച് വായിച്ച് പഠിച്ചതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പല ആൾക്കാർ വിചാരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട്, അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാനാണ്, അല്ലെ? പലപ്പോഴും നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. ഒരു മതത്തിലുള്ള ആൾക്കാരും മറ്റു മതത്തിലുള്ള ആൾക്കാരും തമ്മിൽ ഭയങ്കര അടിയാണ്. നിരീശ്വരവാദികളും ഈശ്വരവാദികളും തമ്മിൽ ഭയങ്കര അടിയാണ്. ഈ പണ്ട് ഒരു ഇതുപോലൊരു കഥ, നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നില്ലല്ലോ? ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളുടെ ഫേസസ് ഒത്തിരി ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലൊരു കഥ, അതായത് ഈ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ഉത്തരം കൊടുക്കുമായിരുന്നു, അതായത് ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യം ഈ മന്ത്രിസഭയിൽ എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേന് അദ്ദേഹത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, മന്ത്രിയായിട്ട്. അപ്പൊ അവർ എഴുന്നേറ്റ് നിന്ന് വിൻസ്റ്റൺ ചർച്ചിലിനോട് പറഞ്ഞു, വിൻസ്റ്റൺ ചർച്ചില്, നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ചായക്കകത്ത് വിഷം കലക്കിയത്. അപ്പൊ വിൻസ്റ്റൺ ചർച്ചിൽ ഉടനെ ഉത്തരം പറയുന്ന ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവരിത് പറഞ്ഞു കേട്ടിട്ട് തിരിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ മറുപടി കൊടുത്തു, നിങ്ങൾ എന്റെ ഭാര്യയായിരുന്നെങ്കിൽ ആ ചായ ഞാൻ കുടിച്ചേനെ. കാരണം നിങ്ങളെ പോലെ ഒരു ഭാര്യ ഉള്ളതിനേക്കാളും നല്ലത് വിഷമുള്ള ചായ കുടിച്ച്. അപ്പൊ അങ്ങനെ ഉടനെ മറുപടി കൊടുക്കുന്നതുമല്ല അപ്പോളജറ്റിക്സ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തലന്മാരുടെ സമയം മുതലുള്ളൊരു പ്രാക്ടീസാണ്. പക്ഷെ ഇന്ന് വന്ന് സ്പെഷ്യലി നമ്മുടെ പെന്തക്കോസ്തുകാർക്കിടയ്ക്ക് ഇങ്ങനൊരു സംഭവമേ ഇല്ല. നമ്മളിവിടെ ആർക്കെങ്കിലും അപ്പോളജറ്റിക്സ് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, ഓ, ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ, അല്ലേ? പിന്നെ തീത്തോസിന്റെ ലേഖനത്തിലും തിമോത്തിയോസിന്റെ ലേഖനത്തിലും 2-3 വാക്യങ്ങളുണ്ട്. എന്താ പറയുന്നത്? യൂസ്ലെസ് ആർഗ്യുമെന്റ്സ്. അതിന് മലയാളത്തിൽ എങ്ങനെ ഇതിലേക്ക് എനിക്കറിയില്ല. ആർക്കും പ്രയോജനമില്ലാത്ത, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുന്ന വേറെ പരിപാടിയാണ്. അപ്പോളജറ്റിക്സിനെ കുറിച്ചല്ല പറയുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രസംഗങ്ങളും കാണാൻ പറ്റും. ആരാണ് അന്തിക്രിസ്തു? എപ്പോഴാണ് കർത്താവ് വരുന്നത്? ഇസ്രായേലിൽ എത്ര ബോംബ് പൊട്ടി, ഇനി എത്ര പൊട്ടും? അതാണ് ആർക്കും പ്രയോജനമില്ലാത്ത പ്രശ്നങ്ങൾ. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് വരുന്നത്. കർത്താവിന് പോലും അറിയില്ല, പക്ഷെ നമ്മുടെ പ്രവാചകന്മാർക്ക് അറിയാം. അപ്പോളജറ്റിക്സിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പക്ഷേ ബൈബിളില് വേറൊരു വാക്യമുണ്ട്, മത്തായി സുവിശേഷം 22:37. അവിടെ കർത്താവ് പറയുന്നുണ്ട്, love the Lord your God with all your heart, with all your soul and with all your mind. നിങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നിങ്ങൾ ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ നമ്മുടെ ബുദ്ധി, നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അദ്ദേഹത്തെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് തുടങ്ങും, അല്ലേ? സാധാരണ അങ്ങനെയല്ല. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെന്താണ്, അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവരുടെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്, അല്ലേ? അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വിഷയങ്ങളെ കുറിച്ചും തിയോളജിയെ കുറിച്ചും ദൈവശാസ്ത്രത്തെ കുറിച്ചും നമുക്ക് കൂടുതൽ പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകും. അതില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കർത്താവിനെ വാസ്തവമായിട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനുള്ള കഷ്ടപ്പാടില്ല നമ്മൾ, അല്ലെ? കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനുള്ള സ്ട്രഗിളിലാണ് നമ്മൾ. കർത്താവിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ദൈവവചനത്തെ മനസ്സിലാക്കാനോ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനോ നാം ശ്രമിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത്
ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോളജറ്റിക്സ്. ഓക്കെ, അതായത് വിശ്വാസത്തെ നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഇത് വെളിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, അപ്പോളജറ്റിക്സിന് സഭയ്ക്കുള്ളിലും പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭയ്ക്കുള്ളിൽ വളർന്നു വരുന്ന പല ദുരുപദേശങ്ങളുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ് ചർച്ച ചെയ്തൊരു കാര്യമാണ് തൃത്വം. ഇപ്പോഴും നമ്മുടെ സഭയിലുള്ള ആൾക്കാരുടെ തൃത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മുട്ടത്തോട്, മുട്ടയുടെ വെള്ളം, മുട്ടയുടെ ഉള്ളി, തേങ്ങാപ്പൂള്, ചകിരി, അതൊന്നും അല്ല തൃത്വം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രിനിറ്റി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നിന്ന് വരുന്ന ദുരുപദേശങ്ങളാണ്. ഈ ദുരുപദേശങ്ങളെ നേരിടാനായിട്ട് നമുക്ക് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ സാധ്യതയുള്ളൂ. ചാൾസ് സ്പർജൻ പറഞ്ഞൊരു വാചകങ്ങളുണ്ട്, discernment is not knowing the difference between right and wrong, it is knowing the difference between right and almost right. ശരിയും തെറ്റും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വേർതിരിക്കാൻ സാധിക്കും, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. പക്ഷെ ശരിയും ഏകദേശം ശരിയും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞ് കർത്താവ് ദൈവമല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാം വിശ്വസിക്കത്തില്ല. നമുക്കറിയാം കർത്താവ് ദൈവമാണ് അല്ലേ. പക്ഷേ മറ്റ് ചില ദുരുപദേശങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 1-ാം നൂറ്റാണ്ട് മുതൽ സഭ എപ്പോഴും ശ്രമിച്ചൊരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ, ഇങ്ങനത്തെ വിശ്വാസത്തിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത്. സോ അപ്പോളജറ്റിക്സ് ഈസ് ഡിഫെൻഡിങ് ദ ട്രൂ ഗോസ്പൽ. യഥാർത്ഥ സുവിശേഷത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോളജറ്റിക്സ് ചെയ്യുന്നത്. അത് എല്ലാ ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സഭാചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ സഭാചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അത് സഭയുടെ ആവശ്യമാണ്, അത് സഭയുടെ കർത്തവ്യമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും. കാരണം ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കത്തില്ല. ഞാൻ ഇന്ന് വന്ന് ഇവിടുത്തെ സഹോദരന്മാരോട് സംസാരിച്ചപ്പോഴും അല്ലാതെ ഞാൻ പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇന്നും നമ്മുടെ കേരളത്തിൽ പല വിശ്വാസ കുടുംബം എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും പെൻഡക്കോസ്റ്റൽ, അതായത് പെൻഡക്കോസ്റ്റൽ വിശ്വാസ കുടുംബങ്ങളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പിള്ളേർ പല ആൾക്കാരെ നിരീശ്വരവാദികളായിട്ട് പോകുന്നു. അവർ സഭയിൽ വരുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, കർമ്മേശ എടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. പല ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് തുറന്നു പറയാൻ തുടങ്ങും. 10-17 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവർക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു 24-25 വയസ്സ് ആകുമ്പോൾ അവർക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ പല ആൾക്കാരും അവരുടെ വിശ്വാസം വിട്ട്, അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്കും മറ്റ് ചിന്തകളിലേക്കും പോകുന്നുണ്ട്. ഉത്തരവാദികൾ ആരാണ്? ഹൂ ഈസ് റെസ്പോൺസിബിൾ? വി ആർ റെസ്പോൺസിബിൾ. നാമാണ് ഉത്തരവാദികൾ. നമ്മുടെ പിള്ളേരെ വചനം അവർക്ക് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കാതെ ഇരുന്നിട്ട് അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാതെ ഇരുന്നപ്പോൾ നമ്മളൊന്നും വിചാരിച്ചില്ല ഇങ്ങനെ ആയിത്തീരുന്നല്ലേ. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ സഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് ഈ അപ്പോളജറ്റിക്സ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നൽകി തന്നത്. അപ്പോളജറ്റിക്സിൽ പല ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ സമയത്തിൻ്റെ ഇച്ചിരി ഒരു പരിമിതി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇതുവരെ ആരും ബോറടിച്ചോ? ബോറടിച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ.
എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാം. ഓൾറൈറ്റ്. സോ ഇന്നത്തെ നമ്മുടെ തീം അബൈഡ് ഇൻ ക്രൈസ്റ്റ് ആണ് ഈ ക്യാമ്പിൽ. അതായത് ക്രിസ്തുവിൽ വസിക്കുക. എന്താണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? വാട്ട് ഡു യു മീൻ അബൈഡ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ നമുക്ക് വസിക്കാനായിട്ടുള്ള കൃപ ആരാണ് തരുന്നത്? ദൈവമാണ് തരുന്നത്, അല്ലേ? വാട്ട് ഈസ് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് മീൻ? ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ വാക്കുകളെ അനുസരിക്കുക, അവന്റെ ആഗ്രഹത്തോട് നമ്മുടെ ആഗ്രഹത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അവന്റെ ഇഷ്ടങ്ങളോട് നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്നാക്കുക, അല്ലേ? എവിടെയാണ് ഞാൻ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് മീൻസ് ഒബേയിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കമാൻഡ്മെന്റ്സിനെ, ക്രിസ്തുവിന്റെ ആജ്ഞാനങ്ങളെ നമ്മൾ അനുസരിക്കുക, ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുക, ക്രിസ്തുവിന്റെ ഇഷ്ടത്തോടും ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങളോടും നമ്മുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ചേർക്കുക, അല്ലെ? പലപ്പോഴും നാം ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹത്തോട് ക്രിസ്തുവിന്റെ ആഗ്രഹത്തെ ചേർക്കാൻ ശ്രമിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളോട് ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങളെ ചേർക്കാൻ ശ്രമിക്കുക. പക്ഷേ ക്രിസ്തു പറയുന്നത്, ഇഫ് യു ലവ് മീ യു വിൽ ഡു മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യും. That is what it means. See, എന്താണ് what separates us from other people? മറ്റുള്ള ആൾക്കാരിൽ നിന്ന് എന്താണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം, അതിതാണ് നാം ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നത്. We follow Christ. പല മതത്തിലുള്ള പല ആൾക്കാരും പല വ്യക്തികളെയാണ്, ഐ മീൻ they follow different people, different gurus. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഗുരുസിന്റെ എണ്ണം കുറവൊന്നുമില്ല, അല്ലെ? പല ആൾക്കാരും പല നാടുകളിലും പല ഇടങ്ങളിലും സ്വയം ദൈവങ്ങളാണെന്നും സ്വയം ഗുരുവാണെന്നും ഒക്കെ വിശേഷിപ്പിച്ച് വരാറുണ്ട്. അതുകൊണ്ട് ആൾദൈവങ്ങളുടെ കുറവ് നമ്മുടെ നാട്ടിൽ എങ്ങുമില്ല. എന്താണ് ക്രിസ്തുവിനെ ഈ വ്യക്തികളിൽ നിന്ന് വേർതിരിക്കുന്നത്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നിന്നും, പഴയ നിയമത്തിലെ രാജാക്കന്മാരിൽ നിന്നും, പഴയ നിയമത്തിലെ പുരോഹിതന്മാരിൽ നിന്നും, മറ്റു ലോകത്ത് ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും എന്താണ് ക്രിസ്തുവിനെ വേർതിരിക്കുന്നത്? What separates Christ from others? ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ്. Can you tell me who is the most popular man who is alive on the planet? Anybody? ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, മെസ്സി അല്ല, എലോൺ മസ്ക് അല്ല. വേറെ ഏത് ഓപ്ഷൻ ചോദിക്കും? എന്തോ പറഞ്ഞു? ആരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേൾക്കുന്നത്? ആരും പറയുന്നുണ്ട്? ആരാന്ന് തോന്നുന്നു? ഐ മീൻ ഏത് ഫീൽഡിലുള്ള ആളായിരിക്കും? നിങ്ങളെന്നെ എനിക്കും ബോറടിക്കുന്നത്. നിങ്ങൾ ഉത്തരവുള്ള തെറ്റിയാലും കുഴപ്പമില്ല. അല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതെ, ആ മോൻ പറഞ്ഞല്ലോ കറക്റ്റ് ഉത്തരം. എന്താ ഉറക്കെ പറഞ്ഞേ? റൊണാൾഡോ. ആരാ റൊണാൾഡോ? നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പറയണ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ, അല്ലെ? മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി. ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നിങ്ങൾക്ക് എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാത്ത ആരുമില്ലല്ലോ. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 600 മില്യൺ ഫോളോവേഴ്സ് ആവുന്നത്. 600 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്, അല്ലെ? അപ്പം 6000 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉള്ളത്. അത്രയും പോപ്പുലർ ആയിട്ട് മറ്റാരുമില്ല.
പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്തുവിനെ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ലോകത്തെമ്പാടും? ഞാൻ പറഞ്ഞത് എത്ര പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്? 600 മില്യൺ. ദാറ്റ് ഈസ് 6000. 6,000 ലക്ഷം. പക്ഷെ ഇന്ന് ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വിശ്വാസികളായിട്ട് തന്നെ ലോകത്ത് 3.5 ബില്യൺ ആൾക്കാരുണ്ട്. 3.5 ബില്യൺ, നോട്ട് മില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ 1000 ലക്ഷമാണ്. ഓക്കെ, 1000 ലക്ഷം. 10,000 ലക്ഷം 1 ബില്യൺ. അപ്പൊ ഇന്ന് ക്രിസ്തുവിനെ അനുഭവിക്കുന്ന 3.5, that is 3,500 lakhs. ഓക്കെ, 600 മില്യൺ ആയിരുന്നു, പക്ഷെ ഇവിടെ എത്രയാണ്? 3.5 ബില്യൺ. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയേക്കാളും കൂടുതൽ 2000 വർഷം മുമ്പ് മരിച്ചുപോയ ക്രിസ്തുവിന്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഈ 2000 വർഷം കഴിഞ്ഞിട്ട് എത്ര കോടി ജനങ്ങളുണ്ട്? അതിനേക്കാൾ 1000 തവണ കൂടുതൽ. ഓക്കെ, 1000 തവണ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷം സെക്കൻഡ്. 10 ലക്ഷം സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ദിവസമാണ്. ഓക്കെ, 10,000 ലക്ഷം സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 10,000 ദിവസമാണ്. ഓക്കെ, അതാണ് 1000 തവണ. അപ്പോൾ 32 വർഷം. ആ ഒരു കണക്കെടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കോ. അത് ഞാൻ പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുമത വിശ്വാസികൾ മാത്രമാണ്. ഇത് കൂടാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാർ ക്രിസ്തുവിനെ ഒരു മഹാനായ പുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളും ക്രിസ്തുവിനെ മറ്റൊരു ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ 6 ബില്യണിലധികം ആൾക്കാർ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതൽ പ്രസക്തി 2000 വർഷം മുമ്പ് മരിച്ചുയർന്നതിന്റെ ക്രിസ്തുവിനാണ്. 2000 വർഷമായിട്ടും ഈ ക്രിസ്തുവിന്റെ പ്രസക്തി ഒരിക്കലും മങ്ങുന്നില്ല. ഈ ക്രിസ്തുവിന് ശിഷ്യന്മാരെ തേടിപ്പോണ്ട കാര്യമില്ല. ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ കാസർഗോട്ടിൽ ഇത്ര വിശ്വാസികളേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇന്ന് ലോകം മൊത്തം കൊണ്ടാടുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം വെറും 12 ആൾക്കാരിൽ തുടങ്ങിയതാണ്. വെറും 12 മുക്കുവന്മാരിൽ ആർക്കും വേണ്ടാത്ത, ആർക്കും പ്രയോജനമില്ലാത്ത, പഠിത്തമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത 12 സാധാരണക്കാർ ആൾക്കാരെ എടുത്ത് ക്രിസ്തു അവരെ വിളിച്ചപ്പോൾ അവരുടെ തലയെഴുത്ത് മാറിപ്പോയി. അതാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്, ദ കോൾ. ആ വിളി കേട്ട് ക്രിസ്തുവിനെ പിൻഗമിച്ച് ആ 12 പേരിൽ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് വരെ ആ പ്രസ്ഥാനത്തെ പൊട്ടിക്കാൻ ഒരു ശക്തിക്കും, ഒരാൾക്കും, ഒരു വ്യക്തിക്കും, ഒരു പ്രസ്ഥാനത്തിനും, ഒരു സർക്കാരിനും, ഒരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് സുവിശേഷത്തിനെതിരെ വെല്ലുവിളിക്കുന്ന എത്ര വലിയ ശക്തിയായാലും, ഇന്ന് സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന എത്ര വലിയ മനുഷ്യനായാലും, എത്ര വലിയ രാഷ്ട്രീയക്കാരനായാലും, എത്ര വലിയ മത നേതാവായാലും, 100 വർഷം കഴിയുമ്പോൾ ആ പ്രസ്ഥാനങ്ങളും, ആ രാഷ്ട്രവും, ആ രാജ്യവും, ആ വ്യക്തികളും മായും. പക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷം അന്നും ലോകത്തെമ്പാടും ഉണ്ടാകും. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം നിൽക്കുന്നത് ക്രിസ്തു എന്ന വ്യക്തിയിലും, അവന്റെ മരണത്തിലും, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലും, അവന്റെ പുനരുദ്ധാനത്തിലുമാണ്. ആ വിളിയാണ് ആ 12 ശിഷ്യന്മാരെ വിടുന്നത്. ഇന്ന് ഈ കാസർഗോഡിന്റെ ഈ പ്രദേശത്ത് ചുരുക്കം ചില്ലറായിട്ടുള്ള ആൾക്കാർ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ 2000 പേരോ, ഈ 3000 പേരോ, ഈ 4000 പേരോ ഈ കാസർഗോഡ് ജില്ലയിലുള്ള അത്രയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കെതിരെ പല ശക്തികളും ഉയരുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ പല ആൾക്കാർ അവർ നീക്കങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളിൽ ഉള്ള ആ ആൾ അവരുള്ള ആളിനേക്കാളും വലുതാണ്. That is the power of Christ. 2000 വർഷങ്ങൾ ശേഷവും അവന്റെ പ്രസക്തി ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അവന്റെ പ്രസക്തി ഒരിക്കലും ഇല്ലാതായിട്ടില്ല. അവന്റെ പ്രസക്തി ഒരിക്കലും മങ്ങിപ്പോയിട്ടില്ല. Right? Because he is the one who died for us.
and who gave his life for us and he rose again on the third day. ഞാൻ പറയട്ടെ, ആ ക്രിസ്തു നിങ്ങളെ ഇന്നും വിളിക്കുന്നുണ്ട്. ആ ക്രിസ്തു നിങ്ങളെ നോക്കി ഇന്നും he's speaking to you and he's calling you to a greater hope and to a greater life. ഞാൻ ചുരുക്കം ചില കാര്യങ്ങളോട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇന്ന് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു എന്നൊരു വ്യക്തി പോലും ജീവിച്ചിരുന്നിട്ടില്ല. പല നിരീശ്വരവാദികളും പറയുന്ന ഒരു കാര്യമാണ്, ക്രൈസ്റ്റ് നെവർ ലിവ്ഡ്. പക്ഷേ ഞാൻ പറയട്ടെ, ചരിത്രത്തിൽ ഒരു ചരിത്രകാരൻ പോലും ഇത് വിശ്വസിക്കുന്നില്ല. There is not one historian. നിങ്ങൾക്ക് ചരിത്രം പഠിക്കണമെങ്കിൽ നിങ്ങളത് ചരിത്രകാരന്മാരിൽ നിന്ന് പഠിക്കണം, അല്ലേ? അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു വ്യക്തി പോലും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരെ പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിലും തെളിവുണ്ട്, നമ്മുടെ ജീവിതത്തിലും തെളിവുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ലോകത്തൊരു വ്യക്തിയെ നിങ്ങൾക്ക് അനുഗമിക്കണമെങ്കിൽ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി ക്രിസ്തുവാണ്. ലോകത്ത് ഏറ്റവും ചർച്ചകൾ നടന്നിട്ടുള്ളത് ക്രിസ്തുവിന്റെ പേരിലാണ്. ക്രിസ്തു എന്നൊരു വ്യക്തി താൻ ഗലീല വിട്ട് വെളിയിലെങ്ങും പോയിട്ടില്ല. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് ലോകമെമ്പാടും പ്രസംഗിക്കുന്നുണ്ട്. ക്രിസ്തു എന്നൊരു വ്യക്തി ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല. പക്ഷേ ഈ 2000 വർഷങ്ങളായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ക്രിസ്തു എന്നൊരു വ്യക്തി ഒരു ഗാനം പോലും എഴുതിയിട്ടില്ല. പക്ഷേ 2000 വർഷങ്ങൾക്ക് ശേഷവും ക്രിസ്തുവിനെ കുറിച്ചാണ് ലോകത്തുള്ള എല്ലാ ഗായകർക്കും പാടാനുള്ളത്. ക്രിസ്തുവിനെ കുറിച്ചാണ് ഉള്ള കാര്യങ്ങളാണ് എല്ലാ എഴുത്തുകാർക്കും എഴുതാനുള്ളത്. Christ is the center stone of history. ചരിത്രത്തിന്റെ മൂലക്കല്ല് അവൻ ക്രിസ്തുവാണ്. That is Christ. And അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് തെളിവ് മാത്രമല്ല, നമുക്ക് it is a fact in history. It is something that cannot be refuted. അതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ is completely abject nonsense. So പല ആൾക്കാരും മറ്റൊരു കാര്യം പറയാറുണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് ക്രിസ്തു വലിയൊരു he was a great man. അവൻ വലിയൊരു മനുഷ്യനായിരുന്നു, he was a great teacher, but he was not God. ക്രിസ്തു he was a great teacher, he was a great prophet. പല ആൾക്കാരും പറയും ക്രിസ്തു വലിയൊരു നബിയായിരുന്നു, ഈസാ നബി എന്നൊക്കെ അവർ പറയും. പക്ഷേ ക്രിസ്തു തന്നെ വിശേഷിപ്പിച്ചത് ക്രിസ്തു ഒരു നബിയായിട്ടല്ല. ക്രിസ്തു തന്നെ വിശേഷിപ്പിച്ചത് ഒരു ഗുരുവായിട്ടല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്, അല്ലെ? പല ആൾക്കാരും നിങ്ങളോട് വന്ന് ചോദിക്കും, എവിടാണ് ബൈബിളിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവമാണെന്ന്? പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ബിഫോർ എബ്രഹാം വാസ് ഐ ആം. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പിതാവിനെ കണ്ടവൻ, if you have seen me, you have seen the Father. So ക്രിസ്തു ആ വാക്യങ്ങൾ കൂടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഞാനും പിതാവും ഒന്നാണ്, അല്ലെങ്കിൽ ഞാനും പിതാവും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എബ്രഹാം ഉള്ളതിന് മുമ്പ് ഞാനുണ്ട്. So when somebody says, പല ആൾക്കാരും പറയും ക്രിസ്തു ദൈവമാണെന്നെങ്കിലും അവകാശപ്പെട്ടിട്ടില്ല. ബൈബിളിൽ മൊത്തം ക്രിസ്തു ദൈവമാണെന്ന് അവകാശപ്പെടുന്ന സുവിശേഷങ്ങളിൽ കൃത്യമായിട്ടുള്ള വാക്യങ്ങളുണ്ട്. മാത്രമല്ല, ക്രിസ്തു ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഒരാൾ എപ്പോഴാണ് ഒരാൾ ദൈവമാണെന്ന് പറയുകയാണെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നല്ലൊരു പയ്യനാണ്, വട്ടായി പോകും, അല്ലേ? ആരെയും വന്ന് ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ മാത്രമല്ല, ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയും ചെയ്തു, അല്ലേ? ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ് മാത്രം പല ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാർ ദൈവമാണെന്ന് പറഞ്ഞ് അവർ മരിച്ചുപോയി, പിന്നെ ആരും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ക്രിസ്തു ദൈവമാണെന്ന് പറയും മാത്രമല്ല, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും തെളിയിച്ചു അവൻ ദൈവമാണ്. അങ്ങനെ ഒരു വ്യക്തി ദൈവമല്ല, അവനൊരു വലിയ ഗുരുവാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഒന്നെങ്കിൽ അവൻ ശരിക്കും ദൈവമാണ്, അല്ലെങ്കിൽ ക്രിസ്തു
വട്ടനാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഒരു കള്ളനാണ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായെങ്കിൽ അതിന് 3 അർത്ഥങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ക്രിസ്തു ശരിക്കും ദൈവമാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഒരു വ്യാജ പ്രവാചകനാണ്, ഒരു നബിയായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു കള്ളപ്രവാചകനാണ്, അല്ലെങ്കിൽ ഒരു കള്ളനാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഒരു ഭ്രാന്തനാണ്. പക്ഷെ ക്രിസ്തു ദൈവമാണെന്നുള്ള സത്യം ക്രിസ്തു തെളിയിക്കുന്നത് താൻ ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ട് മാത്രമല്ല. അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്തുവിലേക്ക് ചൂണ്ടുന്ന വിരലുകളായിരുന്നു. അത് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്. പക്ഷെ ക്രിസ്തുവിനേക്കാളും വലിയ അത്ഭുതങ്ങൾ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്, അല്ലേ? ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ മോശയാകട്ടെ 40ഓളം വർഷങ്ങൾ 6 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാരെ എല്ലാ ദിവസവും മന്ന കൊടുത്ത് പോഷിപ്പിച്ചു. അപ്പൊ ആരാണ് ഏറ്റവും വലിയ ക്രിസ്തുവിനേക്കാളും വലിയ അത്ഭുതം ചെയ്തിട്ടുള്ള ആളാണ് മോശ. അങ്ങനെ പഴയ നിയമത്തിൽ പല പ്രവാചകന്മാരും പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ക്രിസ്തുവിനോട് തുല്യം വെക്കാൻ സാധിക്കില്ല. കാരണം മരണത്തെ കീഴടക്കി ഒരാളെ മാത്രമേ ഉള്ളൂ, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് മരണത്തിനെ വെല്ലുവിളിച്ച്, അവസാന ശക്തിയായ മരണത്തിനെ വെല്ലുവിളിച്ച് ജീവിതത്തിലേക്ക് മറിഞ്ഞു വന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് ക്രിസ്തു. അതാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇന്നും ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും അതേ നാമത്തിൽ കൂടി വന്നിരിക്കുന്നത്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് ഇന്ന് നമ്മളെ ഇവിടെ നിർത്തുന്നത്. ആ പുനരുദ്ധാന ശക്തിയാണ് ക്രിസ്തുവിന്റെ നാമത്തെ ഇന്നും ലോകത്തെമ്പാടും കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവസാനമായി ഞാൻ പറയട്ടെ, ആര് വിചാരിച്ചാലും ഈ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല, പക്ഷേ ക്രിസ്തു തുടങ്ങി വെച്ച ആ മൂവ്മെന്റിനെ, ക്രിസ്തു തുടങ്ങി വെച്ച ആ പ്രസ്ഥാനത്തെ ആർക്കും കീഴടക്കാൻ സാധിക്കത്തില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ച മല്ലന്മാര്, അന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ച ചക്രവർത്തിമാരുമായിരുന്ന നീറോയും കൈസറും ഒക്കെ ഇന്ന് അവരെവിടെ പോയി? ഇന്ന് ആരെയും അവരെ കുറിച്ച് ഓർക്കാറുണ്ടോ? പക്ഷെ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ടവരായ, ഈ പഠിത്തമില്ലാത്ത ഈ യോഹന്നാനും യാക്കോബും അവരെ ക്രിസ്തു വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, വാ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആ വിളി കേട്ട് അവരെ തന്നെ പിന്തുണച്ചപ്പോൾ അവരെ ചരിത്രമാണ് കുറിച്ചത്. ഹിസ്റ്ററി ദാറ്റ് വിൽ നെവർ എൻഡ്. ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ചരിത്രം, ഒരിക്കലും ആർക്കും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. കാരണം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. When he comes to take his bride. So അതുകൊണ്ട് finally let me tell you, നാം എത്രയൊക്കെ എന്നായെല്ലാം ചെയ്താലും, എന്നായെല്ലാം വാദിച്ചാലും, nobody can take this faith away from us. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു മഹാസത്യം, this great truth, ഇത് നാം നമ്മുടെ വരും തലമുറയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നാം ഇന്ന് കാണിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ച്, നിങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായെങ്കിൽ, ആ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ടായെങ്കിൽ, ആ ക്രിസ്തുവിനെ നിങ്ങളുടെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ദൗത്യമാണ്. ഇന്ന് നിങ്ങൾ പല ആൾക്കാരും, നമ്മുടെ മലയാളികളായിട്ടുള്ള പിള്ളേരെല്ലാം ആ സ്വർഗത്തെക്കാളും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് UK യും കാനഡയും, അല്ലേ? നിങ്ങൾ UK യിലും കാനഡയിലും ചെന്ന് കഴിഞ്ഞാൽ 100 വർഷം മുമ്പാണ് അവിടെ ഏറ്റവും വലിയ ഉണർവുകൾ ഉണ്ടായത്. ദ ഗ്രേറ്റ് അവേക്കനിങ് 1980-കളുടെ 1890-കളും 1900 അതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. അവിടെ നിന്നാണ് മിഷണറിമാര് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നത്. പക്ഷെ ഇന്ന് 100 വർഷം കഴിയുമ്പോൾ അവിടുത്തെ സഭകൾ ഇന്ന് നൈറ്റ് ക്ലബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സഭകൾ ബാറുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്തുവിനെ വേണ്ടാതായി. നമ്മുടെ നാട്ടിലും സുവിശേഷം കൊണ്ടുവന്നത് ആ മിഷണറിമാരാണ്. പക്ഷെ വരും തലമുറകളും ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത് ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മൂവ്മെന്റിന് ഒരു കേടും വരാൻ പോകുന്നില്ല. കാരണം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇന്നും ക്രിസ്ത്യാനിറ്റിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ മൈ സജഷൻ, മൈ കോളിംഗ് ടു യു ഈസ് ദാറ്റ് ഈ ക്രിസ്തുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വരും തലമുറയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.